ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു ചായ കുടിക്കാൻ കണ്ണൂർ ടൗണിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കണ്ടതാണ് കേട്ടോ ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു ജീവിയെ. ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള ജീവിയെ സൃഷ്ടിച്ച നമ്മുടെ പ്രകൃതി എന്തൊരു കൊലമാസാണല്ലേ. അപ്പോൾ ആശാൻ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പരസ്യം പതിക്കരുത് എന്ന് പറയുന്ന ബോർഡ് വായിക്കാനാണ് കേട്ടോ. പുള്ളി മനസ്സിലാക്കിയെടുത്തോളം പുള്ളി ചിന്തിക്കുന്നത് പരസ്യം പതിക്കാതെ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും. കാരണം ഇപ്പോൾ പല ആൾക്കാരും ജീവിക്കുന്നത് തന്നെ പരസ്യത്തിലൂടെയുള്ള വരുമാനം നേടിക്കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ജീവിയെ ഞാൻ കണ്ണൂരിൽ തന്നെ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. കൂട്ടങ്ങളായിട്ടും അതുപോലെ തന്നെ സിംഗിളായിട്ടൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഏതായാലും ഇവൻ സിംഗിളാണെന്ന് തോന്നുന്നു. ഇവൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഈ ഭാഗത്ത് വേറെ എവിടെയും കാണാനൊന്നുമില്ല. പക്ഷേ ഈ ഒരു ജീവിയെ ഞാൻ വാഹനങ്ങൾ കയറി പോകണ്ടെന്ന് വിചാരിച്ച് റോഡിൽ നിന്ന് തട്ടി സൈഡാക്കിയ ചരിത്രങ്ങൾ വരെയുണ്ട്. ഒരു ഉപകാരമല്ലേ, ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ച്. പക്ഷേ കണ്ടു നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞത് ഇതൊരു മാരകമായിട്ടുള്ള ജീവിയാണെന്നും മാരകമായിട്ടുള്ള രോഗങ്ങൾ പരത്താനുള്ള ചാൻസ് ഉണ്ടെന്നുമാണ് പറയുന്നത്. ഏതായാലും എനിക്കറിയില്ല, എനിക്കത്ര എന്താ പറയുക, അതത്ര ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം ഒരു സാധാരണ പാവം ജീവി, ആ ജീവി ഇത്ര മാരകമായിട്ടുള്ള ജീവിയാകുന്നതിലും എങ്ങനെയാണ് മാരകമായിട്ടുള്ള രോഗങ്ങൾ പരത്തുന്നതെന്നും എനിക്കറിയില്ല. ഏതായാലും അതിനെപ്പറ്റി അറിവുള്ള ആൾക്കാർ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു.